റീഡിംഗ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. വർക്ക് ആൻഡ് എനർജി എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ ലെറ്റസ് അസസ് എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളും അവരുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ക്വാണ്ടിറ്റീസ്. ഒരു കാര്യം അതിനു മുമ്പ് പറഞ്ഞോട്ടെ, നിങ്ങൾ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ ക്ലാസ്സിൻ്റെ വീഡിയോസ് ഉണ്ട്, അത് കാണുക. ഇനി ഈ ചോദ്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യം ഒരു പീസ് ഓഫ് പേപ്പർ എടുക്കുക. എന്നിട്ട് അതിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട ഫോർമുലാസും എന്ത് ചെയ്യണം? എഴുതി വയ്ക്കണം. ഓക്കെ, അതായത് വർക്ക് എന്നൊരു ഹെഡിങ് കൊടുത്തിട്ട്, വർക്ക് എന്ന് വെച്ചാൽ എന്താണ്? അത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. വർക്കിൻ്റെ യൂണിറ്റ് എന്താണ്? അത് വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി ആകുമ്പോൾ അതിൻ്റെ ഫോർമുലയായിട്ടുള്ള mgh എന്താണെന്ന് എഴുതണം. അതിൽ m എന്താണ്, g എന്താണ്, h എന്താണ്, യൂണിറ്റ് എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ആദ്യം ഒരു പേപ്പറിനകത്ത് എന്ത് ചെയ്യണം? വ്യക്തമായി എഴുതി വയ്ക്കണം. എഴുതി വയ്ക്കണം എന്ന് വെച്ചാൽ ഫുള്ള് ഫോർമുലാസ് നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി വയ്ക്കണം. എന്നിട്ട് മാത്രം എന്ത് ചെയ്താൽ മതി? ചോദ്യങ്ങൾ ചെയ്തു തുടങ്ങിയാൽ മതി. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ക്വാണ്ടിറ്റി ഹാസ് ദ സെയിം യൂണിറ്റ് ആസ് ദാറ്റ് ഓഫ് വർക്ക്. വർക്കിൻ്റെ അതേ യൂണിറ്റ് ഉള്ളത് ആർക്കാണ്? നമുക്കറിയാം, വർക്കും എനർജിയും രണ്ടുപേരുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? അത് ജൂളാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഉത്തരം. 2, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയേഴ്സ് ആർ സ്കെയിലാർ ക്വാണ്ടിറ്റീസ്. നമ്മൾ പറഞ്ഞു ക്വാണ്ടിറ്റീസ് രണ്ടുണ്ട്. അത് നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ച ഒരു എല്ലാ ക്വാണ്ടിറ്റീസും എന്ത് ക്വാണ്ടിറ്റീസ് ആണ്? സ്കെയിലാർ ആണ്, വർക്ക് ഒഴിച്ച്. അപ്പോൾ നമുക്കറിയാം, ഫോഴ്സും പവറും അല്ല. ഡിസ്പ്ലേസ്മെൻറ്റും വെലോസിറ്റി ആണോ? ടൈം ആൻഡ് എനർജി ആണോ? നമുക്കറിയാം, നമ്മുടെ എനർജി എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി. ടൈം എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഫോഴ്സ് വെക്ടറാണ്. സ്പീഡ് വെക്ടർ അല്ലെങ്കിൽ ആക്സിലറേഷൻ വെക്ടറാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറാണ്. അപ്പോൾ സ്കെയിലർ എന്ന് പറയുന്ന ആരൊക്കെയാണ്? ടൈം ഒരു സ്കെയിലറാണ്, എനർജി ഒരു സ്കെയിലറാണ്. സോ എ ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. കാരണം സമയത്തിനും എനർജിയെ പറ്റി പറയുമ്പോഴും ദിശയെപ്പറ്റി, ഡയറക്ഷനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ യൂണിറ്റ് ഓഫ് പവർ ഇൻ ടേംസ് ഓഫ് ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ് മീറ്റർ കിലോഗ്രാം സെക്കൻഡ്. അപ്പം നമ്മൾ പഠിച്ചു വച്ചേക്കുന്നത് എന്താണ്? പവർ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി, പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പഠിച്ചു വച്ചേക്കുന്ന വാട്ടാണ്. ആ വാട്ട് എന്ന യൂണിറ്റിനെ നമ്മുടെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളായിട്ടുള്ള മീറ്റർ, ഫണ്ടമെൻ്റൽ യൂണിറ്റ് ആയിട്ടുള്ള മീറ്റർ, കിലോഗ്രാം, സെക്കൻഡിൻ്റെ ഫോമിൽ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പവറിൻ്റെ ഫോർമുല ഒന്ന് എഴുതി നോക്കാം. പവർ എന്ന് വെച്ചാൽ എന്താണത്? അത് വർക്ക് ബൈ ടൈമാണ്. ഇനി ടൈമിൻ്റെ യൂണിറ്റ് നമുക്കറിയാം സെക്കൻഡാണ്. വർക്ക് എന്ന് വെച്ചാൽ എന്താണത്? അത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. നമുക്കറിയാം ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്, അവിടെ കിടന്നോട്ടെ. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ, അതും ഇവിടെ കിടന്നോട്ടെ. എന്നാൽ ഫോഴ്സിന് ഒറ്റയ്ക്കൊരു യൂണിറ്റ് ഉണ്ട്, ന്യൂട്ടൺ. പക്ഷേ ന്യൂട്ടൺ അല്ല, നമുക്ക് മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് വേണം. അപ്പോൾ നമുക്കറിയാം ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? F ഈസ് ഈക്വൽ ടു ma. അതിൽ മാസിൻ്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. ആക്സിലറേഷൻ്റെ യൂണിറ്റ് എന്താണ്? അത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറാണ്. അപ്പോൾ ഞാൻ ഈ വട്ടത്തിൽ ഇട്ടേക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഒരുമിച്ച് എഴുതേണ്ടി വരും അല്ലേ? അപ്പോൾ പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പവർ ഈസ് ഈക്വൽ ടു വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ? ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? കിലോഗ്രാം. അപ്പോൾ നമുക്ക് അതോട്ട് എഴുതി തുടങ്ങാം അല്ലേ? അപ്പോൾ ഫോഴ്സിൻ്റെ യൂണിറ്റ് കിലോഗ്രാം, ആക്സിലറേഷൻ്റെ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ഏതായി? നമ്മുടെ ഫോഴ്സ് കംപ്ലീറ്റ് ആയി. ഇൻറ്റു എന്തുണ്ട്? ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് മീറ്റർ. അപ്പോൾ അതായി. തിരിച്ചു വന്നു, വർക്കായില്ലേ? വർക്കിനകത്ത് ഫോഴ്സുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ബൈ എന്തുണ്ട്? ബൈ വീണ്ടും ഒരു ടൈമിൻ്റെ സെക്കൻഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വരും? കിലോഗ്രാം ഇൻറ്റു മീറ്റർ ഇൻറ്റു മീറ്റർ ഡിവൈഡഡ് ബൈ സെക്കൻഡ് ഇൻറ്റു സെക്കൻഡ് സ്ക്വയർ. എഴുതുമ്പോൾ എന്ത് വരും? നമുക്ക് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എന്തായിട്ടാണ് വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു കിലോഗ്രാം മീറ്റർ ഇൻറ്റു മീറ്റർ, മീറ്റർ സ്ക്വയർ, ബൈ സെക്കൻഡ് സ്ക്വയർ ഇൻറ്റു സെക്കൻഡ്, സെക്കൻഡ് ക്യൂബ്. അപ്പോൾ കിലോഗ്രാം മീറ്റർ സ്ക്വയർ ബൈ സെക്കൻഡ് ക്യൂബ് എ ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് പാടാണ്. നമുക്ക് അതിനാദ്യം എന്ത് ചെയ്യണം?
യൂണിറ്റുകൾ എന്താണെന്ന് അറിയണം, എല്ലാ ഫോർമുലകളും അറിയണം. ഓരോ ഫോർമുലകളുടെയും യൂണിറ്റ് എഴുതി നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത ചോദ്യം. An object of mass 2.4 kg is kept on a level surface. On applying a force of 50 Newton, the object moves a distance of 8 meter in the direction of force. Calculate the quantity of work done. സിമ്പിൾ ആണ്. ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഒബ്ജക്റ്റിൻ്റെ മാസ് എന്ന് പറയുന്നത് 2.4 കിലോഗ്രാം ആണ്. ഈ ഒബ്ജക്റ്റിലേക്ക് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഫോഴ്സ് എന്ന് പറയുന്നത് 50 ന്യൂട്ടൺ ആണ്. ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഒബ്ജക്റ്റിന് ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചു. എത്ര ദൂരം? 8 മീറ്റർ ദൂരം സംഭവിച്ചെങ്കിൽ ഇവിടെ ചെയ്ത വർക്ക് എത്ര എന്നതാണ് നമ്മുടെ ചോദ്യം. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. നമുക്കറിയാം, തന്നിട്ടുള്ളത് എടുത്ത് എഴുതുക. നമുക്കിവിടെ ആവശ്യമുള്ള ക്വാണ്ടിറ്റികൾ ഫോഴ്സാണ് 50 ന്യൂട്ടൺ. ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് ആവശ്യമുണ്ട്. എത്രയാണത്? 8 മീറ്റർ. മാസ് ഇവിടെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ആവശ്യമുണ്ടോ? ഇല്ല. കാരണം വർക്ക് എന്ന് വെച്ചാൽ എന്താണത്? അത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഫോഴ്സ് എത്ര? 50 ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് എത്ര? 8. സോ വർക്ക് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5 × 40 പിന്നെ ഒരു 0 കൂടെ 400 ജൂളാണ് എന്താ നമ്മുടെ ഇവിടുത്തെ വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. ഫിഗർ ഡെപിക്റ്റ് എ ബോഡി ഓഫ് മാസ് 20 കിലോഗ്രാം ലിഫ്റ്റഡ് ടു എ ഹൈറ്റ് ഓഫ് 5 മീറ്റർ യൂസിങ് എ പുള്ളി. The work done is equal to 1020 joule. Answer the following questions. The acceleration due to gravity നമുക്ക് ഈ ചോദ്യത്തിന് 10 meter per second square ആയിട്ട് എടുക്കാമെങ്കിൽ എ പാർട്ട് ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് ദ വർക്ക് ഡൺ ഇഫ് ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഓഫ് ദ പുള്ളി ഈസ് നോട്ട് കൺസിഡേർഡ്. അതായത് 20 കിലോഗ്രാം മാസ് ഉള്ള ഒരു വസ്തുവിനെ ഞാൻ മുകളിലേക്ക് 5 മീറ്റർ ദൂരത്തേക്ക് വലിച്ച് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ വലിച്ചു കയറ്റാനായിട്ട് ഞാനിവിടെ ഉറപ്പായിട്ട് എന്ത് കൊടുത്തിട്ടുണ്ടാവും? ഒരു ഫോഴ്സ് കൊടുത്തിട്ടുണ്ടാവും. ആ ഫോഴ്സാണ് ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചത് കൊണ്ട് തന്നെ അവിടെ എന്ത് നടന്നിട്ടുണ്ട്? വർക്ക് നടന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് ദ വർക്ക് ഡൺ ഇഫ് ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. അതായത് ഇതാണ് പുള്ളി എന്ന് പറയുന്ന സാധനം. ഞങ്ങളുടെ നാട്ടിൽ കപ്പി എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയും? ഇതിനെ നമുക്കറിയാം. ഇതിനിവിടെ ഒരു ബോൾ ബെയറിംഗ് ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെതായ എന്തുണ്ട്? ഒരു ഫ്രിക്ഷൻ ഉണ്ട്. ചോദിച്ചേക്കുന്നത് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ നമ്മൾ പൂർണ്ണമായി എടുക്കുന്നില്ല, ഫ്രിക്ഷൻ ഇല്ല എന്ന് കരുതിക്കോളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചെയ്ത വർക്ക് എത്ര? അതായത് നമുക്ക് ഡേറ്റ എടുത്ത് എഴുതുമ്പോൾ നമുക്കിവിടെ മാസ് നമുക്കറിയാം എത്രയാണ്? 20 കിലോഗ്രാം ആണ്. അത് ഡിസ്പ്ലേസ് ചെയ്ത ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? 5 മീറ്റർ ആണ്. അതിന് ചെയ്ത വർക്ക് ഡൺ എന്ന് പറയുന്നത് 10-20 ജൂളാണ്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കും അല്ലേ, 10-20 ജൂൾ വർക്ക് തന്നേക്കില്ലേ, അപ്പോൾ പിന്നെ വീണ്ടും എന്തിനാ വർക്ക് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നതെന്ന് സംശയം വന്നാൽ മനസ്സിലാക്കുക. ഈ വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷനും കൂടെ ഉൾപ്പെട്ടിട്ടുള്ള വർക്കാണ്. അതുകൊണ്ടാണ് എടുത്ത് ചോദിച്ചേക്കുന്നത് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഇല്ലാതെ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ ഈ പറയുന്ന വർക്കിന് ഇപ്പോൾ നമ്മൾ നോക്കണ്ട, അവിടെ ഇരുന്നോട്ടെ, പിന്നെ എടുക്കാം. അപ്പോൾ നമുക്ക് വർക്ക് കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിക്കാനുള്ള വർക്ക് അപ്പോൾ ഓക്കെ, ഫ്രിക്ഷൻ ഇല്ലാത്ത വർക്ക് ഞാൻ ഒരു സഫിക്സ് ആയിട്ട് എഫ് കൂടെ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം വർക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? അത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. പക്ഷേ നമുക്കറിയാം ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയെന്ന് നമുക്കറിയില്ല. പക്ഷേ ഫോഴ്സ് എന്ന് വെച്ചാൽ എപ്പോഴും അത് എന്തിന് ഈക്വൽ ആയിരിക്കും? mgക്ക് ഈക്വൽ ആയിരിക്കും. കാരണം ആലോചിച്ച് നോക്കി, ഈ പറയുന്ന 20 കിലോഗ്രാം മാസുള്ള വസ്തുവിനെ ഞാൻ മുകളിലോട്ട് എടുക്കണമെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ താഴോട്ട് കൊടുക്കുന്ന ഫോഴ്സാണ് ഒബ്ജക്റ്റിൻ്റെ എന്തെന്ന് പറയുന്നത്? വെയിറ്റ് എന്ന് പറയുന്നത്. ഈ വെയിറ്റ് എന്തിന് ഈക്വലാണ്? mgക്ക് ഈക്വലാണ്. ഈ വെയിറ്റിന് തുല്യമായിട്ടുള്ളൊരു ഫോഴ്സ് മുകളിലോട്ട് കൊടുത്താലല്ലേ അത് മുകളിലോട്ട് മൂവ് ചെയ്യൂ. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് വെയിറ്റിന് തുല്യമല്ലേ? അങ്ങനെയാണെങ്കിൽ വെയിറ്റിൻ്റെ ഫോർമുല mgയുടെ ഉപയോഗിക്കാം. മാസ് 20, ആക്സലറേഷൻ 10, 20 × 10 200 ന്യൂട്ടനാണ് ഫോഴ്സ്. ശരി, അങ്ങനെയാണെങ്കിൽ വർക്കിൻ്റെ ഫോർമുല നമുക്കറിയാം എത്രയാണ്? 200, അതായത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് 5 ആയതുകൊണ്ട് 5. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വർക്ക് എന്ന് പറയുന്നത് എത്ര കിട്ടും? 20 അല്ലെങ്കിൽ എത്ര? 200 × 5. 200 × 5 എന്ന് പറയുന്നത് എത്രയാണ്? 1000 ജൂൾ എന്ന് കിട്ടും. നമ്മുടെ വർക്ക് എത്ര കിട്ടും? 1000 ജൂൾ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എ പാർട്ട് കിട്ടി. അപ്പോൾ നോക്ക്, നോർമൽ വർക്ക് 1020 ജൂള്, ഫ്രിക്ഷൻ കൂട്ടാത്തപ്പോൾ 1000 ജൂള്. അപ്പോൾ ബി പാർട്ട് ചോദിച്ചേക്കുന്നത് കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ദ ഫ്രിക്ഷൻ ഓഫ് ദ പുള്ളി. അങ്ങനെയാണെങ്കിൽ ഈ പുള്ളിയുടെ ഫ്രിക്ഷൻ ഓവർകം ചെയ്യാൻ വേണ്ടി നമുക്ക് എത്ര വർക്ക് ചെയ്യേണ്ടി വന്നു? ആലോചിച്ച് നോക്കി. നമ്മുടെ കയ്യിൽ ആദ്യമുള്ള വർക്ക്, ആദ്യം ചോദ്യത്തിൽ തന്നിട്ടുള്ള ഒരു വർക്ക് ഉണ്ടല്ലോ, ആ വർക്ക് എന്താണ്? ആ വർക്ക് ഫ്രിക്ഷനും കൂടെ ഉള്ള വർക്ക്. ഇത് ഫ്രിക്ഷൻ ഇല്ലാത്ത വർക്ക്. അപ്പോൾ ഫ്രിക്ഷന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര വർക്ക് ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം?
ബി പാർട്ടിൻ്റെ ഉത്തരവ് എന്ന് പറയുന്നത് തന്നിട്ടുള്ള വർക്ക് എത്രയാണ് 10-20 ജൂൾ. ഫ്രിക്ഷൻ ഇല്ലാത്ത വർക്ക് എത്രയാണ് 1000 ജൂള്. അങ്ങനെയാണെങ്കിൽ ഫ്രിക്ഷന് വേണ്ടിയിട്ട് ചെയ്ത വർക്ക് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1020 നിന്നും 1000 ജൂളായി നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 20 ജൂൾ വർക്കാണ് എന്തിനു വേണ്ടി ഉപയോഗിച്ചത്? ഫ്രിക്ഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആറാമത്തെ ചോദ്യം, ഇലക്ട്രിക് മോട്ടോർ പമ്പ്സ് 186.5 kilogram of water into a tank of height 8 meter in 10 seconds. G is equal to 10 meter per second square ആണെങ്കിൽ calculate the power, express the power in horsepower. How much will it take to fill the same quantity of water if the power of the motor is halved? നല്ല ചോദ്യം, സിമ്പിൾ ചോദ്യം. കണ്ടുപിടിക്കാനുള്ളത് പവർ ആണ്. പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പവർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് വർക്ക് ബൈ ടൈം ആണ്. അപ്പോൾ നമുക്ക് വർക്ക് എത്ര എന്നറിയണം. വർക്ക് എന്ന് വെച്ചാൽ എന്താണ്? അത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. നമുക്കറിയാം ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് mg ആണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമ്മുടെ പവറിലേക്ക് നമുക്ക് എത്താം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ തന്നിട്ടുള്ള എടുത്ത് എഴുതുക. മാസ് ഓഫ് ദ വാട്ടർ തന്നിട്ടുണ്ട് 186.5 കിലോഗ്രാം. ഹൈറ്റ് ഓഫ് ദ ടാങ്ക് അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഹൈറ്റ് h തന്നിട്ടുണ്ട്. എത്രയാണത്? 8 മീറ്റർ. ടൈം തന്നിട്ടുണ്ട്. എത്രയാണ് ടൈം എന്ന് പറയുന്നത്? 10 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? താഴെ നിന്ന് മുകളിലോട്ട് കൊണ്ടുപോകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? m. ഓക്കെ. അപ്പോൾ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 186.5 ഇൻറ്റു നമ്മൾ എത്ര ദൂരത്തിലോട്ട്, നമുക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണ്? 10. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 186.5 ന്യൂട്ടൺ എന്ന് കിട്ടും. എത്ര കിട്ടും? 186.5 ന്യൂട്ടൺ എന്ന് കിട്ടും നമ്മുടെ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോഴ്സ് കിട്ടിയാൽ അത് വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വർക്ക് കണ്ടുപിടിക്കാം. സോ വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ വർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫോഴ്സ് എത്ര? 186.5 ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? അത് 8 മീറ്റർ ആണ് ഹൈറ്റ് അല്ലേ. സോ വർക്ക് ഈസ് ഈക്വൽ ടു എത്രയാണ്? 1865 ഇൻറ്റു 8 എന്ന് കിട്ടും. അപ്പോൾ നമുക്കത് 14920 എന്ന് കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കണം. അത്രയും ജൂൾ. പിന്നെ പവറാണ് കണ്ടുപിടിക്കാനുള്ളത്. പവർ എന്ന് വെച്ചാൽ അത് വർക്ക് ബൈ ടൈം ആണ്. സോ 14920 ഡിവൈഡഡ് ബൈ ടൈം എത്രയാണ്? ടൈം 10 ആണ്. ഓക്കെ. ഇവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10 വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഡെസിമൽ പ്ലേസ് കട്ടാവും. നമുക്ക് എത്ര കിട്ടും? 1492 വാട്ടാണ് ഇവിടുത്തെ പവർ എന്ന് പറയും. സോ നമുക്ക് പവർ കിട്ടി. ഇനി അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? എക്സ്പ്രസ് ദ ഇൻ ഹോഴ്സ് പവർ. ഹോഴ്സ് പവർ എക്സ്പ്രസ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. നമുക്കറിയാം 746 ഹോഴ്സ് പവറാണ്. തിരിച്ചു അല്ലേ? തിരിഞ്ഞ് 1 ജൂൾ എന്ന് വെച്ചാൽ അല്ലെ, 1 ഹോഴ്സ് പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്രയാണ്? 746 ജൂളാണ് അല്ലേ. എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? ഒരു ഹോഴ്സ് പവർ 746 ജൂള്. അങ്ങനെയാണെങ്കിൽ 14920 14920 ജൂൾ എന്ന് പറയുന്നത് എത്ര ഹോഴ്സ് പവർ എന്നാണ് ചോദ്യം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ജോലി. അതായത് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 14920 ഡിവൈഡഡ് ബൈ 746 എത്രയാണത്? 2 ഹോഴ്സ് പവറാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. എത്രയാണ്? 2 ഹോഴ്സ് പവറാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇരട്ടിയാണ്. അപ്പം കിട്ടി. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വാട്ട് വിൽ ഇസ് ദ ടൈം അല്ലെ, വാട്ട് ഈസ് ദ ടൈം വിൽ ഇറ്റ് ടേക്ക് ടു ഫിൽ ദ സെയിം ക്വാണ്ടിറ്റി ഓഫ് ടാങ്ക്. അതായത് പവർ എന്ന് പറയുന്നത് ഹാഫായി. അതായത് പുതിയ പവർ പി ന്യൂ എന്ന് പറയുന്നത് മുമ്പ് ഉണ്ടായിരുന്ന പവർ A/2 ആണ്. എന്ന് വെച്ചാൽ മുമ്പ് ഉണ്ടായിരുന്ന പവർ എത്ര? 1492 ബൈ 2. അതിൻ്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ്? അത് നമുക്കറിയാം. എത്രയാണ്? 746 വാട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴുള്ള സമയം എത്ര എന്നാണ് ചോദിച്ചത്. നമുക്കറിയാം പവർ എന്ന് വെച്ചാൽ വർക്ക് ബൈ ടൈം.
അപ്പോൾ ഇതിൽ നിന്ന് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വർക്ക് ബൈ പവർ. ഇവിടോട്ട് നമ്മൾ മാറ്റി എഴുതുക. അപ്പോൾ ടൈം എന്ന് വെച്ചാൽ എന്താണ്? വർക്ക് ബൈ പവർ. വർക്ക് എത്രയാണ്? 1492.0 ബൈ പവർ എത്രയാണ്? 746. അപ്പോൾ പുതിയ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 സെക്കൻഡ് എന്ന് വരും. എത്ര വരും? 20 സെക്കൻഡ്. അതായത് നമ്മുടെ ഈ പറയുന്ന പമ്പിൻ്റെ പവർ പകുതിയാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 20 സെക്കൻഡ് ആയിരിക്കും. ഓക്കെ ആണോ? അടുത്ത ചോദ്യം. The mass of a body is 4 kg when a continuous force of 3 Newton is applied onto the object towards the east. അതായത് ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഈ ഒബ്ജക്റ്റിലോട്ട് അതിൻ്റെ മാസ് എന്ന് പറയുന്നത് 4 കിലോഗ്രാം ആണ്. നമ്മളൊരു കണ്ടിന്യൂസ് ഫോഴ്സ് ഓഫ് 3 ന്യൂട്ടൺ കൊടുത്തു. ഏത് ഡയറക്ഷനിലോട്ട്? ഈസ്റ്റ് ഡയറക്ഷനിലോട്ട്. ഇതാണ് ഈസ്റ്റ്. കൊടുത്തപ്പോഴത്തേക്കും ഈ ഒബ്ജക്റ്റ് എന്ത് ചെയ്തു? ഡിസ്പ്ലേസ് ചെയ്തു. എത്ര ദൂരം ഡിസ്പ്ലേസ് ചെയ്തു? 8 മീറ്റർ ദൂരം ഡിസ്പ്ലേസ് ചെയ്തു. അടുത്ത് ദെൻ എ സെയിം ഫോഴ്സ്, അതായത് ഇതേ ഒബ്ജക്റ്റിലോട്ട്, ഞാൻ ഒബ്ജക്റ്റ് താഴെ വരയ്ക്കുകയാണ്, ഇതേ ഒബ്ജക്റ്റിലോട്ട് നമ്മൾ വീണ്ടും എന്ത് കൊടുത്തു? 3 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു, കണ്ടിന്യൂസ്ലി കൊടുത്തു. അപ്പോഴത്തേക്കും അത് എന്ത് ചെയ്തു? അത് ഡിസ്പ്ലേസ് ചെയ്തു. എത്ര ദൂരം? 5 മീറ്റർ ദൂരം. കാരണം എന്താണ്? നമ്മൾ ഫോഴ്സ് കൊടുത്ത് ഏത് ഡയറക്ഷനിലാണ്? സൗത്ത് ഡയറക്ഷനിലാണ്. അപ്പോൾ എന്താണ് പറയാം? ഈസ്റ്റ് അങ്ങോട്ടാണ്, സൗത്ത് താഴോട്ടല്ലേ. അപ്പോൾ താഴോട്ട് നമ്മൾ എന്ത് കൊടുത്തു? ഫോഴ്സ് കൊടുത്തു. എത്ര ന്യൂട്ടൺ? 3 ന്യൂട്ടൺ കൊടുത്തപ്പോൾ ഒബ്ജക്റ്റ് എത്ര ദൂരം ഡിസ്പ്ലേസ് ചെയ്തു? ഇങ്ങോട്ട് 5 മീറ്റർ ദൂരം ഡിസ്പ്ലേസ് ചെയ്തു. ഇത് മതി. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ വെൻ ദ ഒബ്ജക്റ്റ് ഈസ് മൂവ് ടുവേർഡ് സൗത്ത്. അതായത് സൗത്തിലോട്ട് മൂവ് ചെയ്തപ്പോൾ, അതായത് മുകളിൽ നിന്ന് താഴോട്ട് മൂവ് ചെയ്തപ്പോൾ കൊടുത്ത ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 3 ന്യൂട്ടൺ. ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 5 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വർക്ക് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം വർക്ക് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് 3, ഡിസ്പ്ലേസ്മെന്റ് 5. 3 × 5 എന്താണ്? 15 ജൂളാണ് എന്ത്? വർക്ക് ഡൺ ടുവേർഡ്സ് സൗത്ത്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ ടോട്ടൽ വർക്ക് ഡൺ ഓൺ ദ ഒബ്ജക്റ്റ്. ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം വർക്ക് ഈസ്റ്റിലോട്ട് നമ്മൾ കൊടുത്തപ്പോൾ വർക്ക് കടന്നിട്ടുണ്ട്. അതിൻ്റെ ഫോർമുല എന്ത് തന്നെയാണ്? ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അവിടെ കൊടുത്ത ഫോഴ്സ് 3 ന്യൂട്ടനാണ്. ഉണ്ടായ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് 8 മീറ്റർ ആണ് അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് എത്ര വരും? ഈ പറയണ നമ്മുടെ 8 × 3 20 ഇല്ലല്ലോ, 8 മീറ്റർ ആണോ ആദ്യം വന്നേക്കുന്നത്? നോക്കിയേ, 6 മീറ്റർ ആണേ. 6 മീറ്റർ ആണ്. ഓക്കെ, ഞാൻ ഇവിടെ 8 മീറ്റർ എന്ന് എഴുതി തെറ്റിപ്പോയി. ഓക്കെ, എത്രയാണ്? 6 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 6 മീറ്റർ എന്ന് വരും. അപ്പോൾ എത്ര വരും? 18 ജൂൾ എന്ന് വരും. എത്ര വരും? 18 ജൂൾ. അപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? സൗത്തിലോട്ട് കൊടുത്ത വർക്ക് പ്ലസ് ഈസ്റ്റിലോട്ട് കൊടുത്ത വർക്ക് ഈസ് ഈക്വൽ ടു 15 + 18. 15 + 18 33 ജൂളാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? 33 ജൂളാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇഫ് an object is thrown vertically up, its potential energy and kinetic energy will change. Which of the following is the correct graph related to kinetic energy? ഒരു ഒബ്ജക്റ്റിനെ മുകളിലോട്ട് എറിയുകയാണ്. നമുക്കറിയാം മുകളിലോട്ട് എറിയുമ്പോൾ നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി തന്നെ താഴോട്ട് പിടിച്ച് വലിക്കുകയാണ്. അത് കാരണം എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലോട്ട് പോയി ഒരു സ്ഥലം എത്തുമ്പോൾ ഇത് നിന്നിട്ട് എന്ത് ചെയ്യും? ഇത് താഴേക്ക് വീഴും. അപ്പോൾ മുകളിലോട്ട് പോകുന്തോറും വെലോസിറ്റി കുറയുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. വെലോസിറ്റി കുറയുന്നുണ്ടെങ്കിൽ കൈനറ്റിക് എനർജിയും കുറയുന്നുണ്ടെന്ന് അർത്ഥം. അപ്പോൾ കൈനറ്റിക് എനർജി കുറയുന്ന ഗ്രാഫ് ഏതാ? എന്തായാലും ഇതല്ല, ഇത് കൂടുകയാണ്. ഹൈറ്റിനനുസരിച്ച് കൈനറ്റിക് എനർജി കൂടുകയാണ്. ഇത് ആക്സിലറേറ്റഡ് മോഷനാണ്, ഇതുമല്ല, ഇത് മാറുന്നില്ല എന്നാണ് അർത്ഥം. അപ്പോൾ എന്താണ്? എ ഗ്രാഫാണ് അർത്ഥം. കാരണം ഹൈറ്റിനനുസരിച്ച് കൈനറ്റിക് എനർജിയുടെ വാല്യൂ എന്ത് ചെയ്യാണ്? കുറഞ്ഞ് വരിക. അപ്പോൾ 8 ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് ചെയ്തു. ഓക്കെ, അപ്പോൾ അടുത്ത ബാക്കി ചോദ്യങ്ങൾ 15 ചോദ്യങ്ങളുണ്ട്. അതിൽ ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്ത പാർട്ടായിട്ട് എടുക്കാം. അപ്പോൾ PDF വേണമെന്നുള്ളത് ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ ബൈ.